ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്യൂൻസ് ഗാലറിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നേരത്തെ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, യോക്ക് വെച്ചിട്ടുള്ള ടോപ്പിൻ്റെ. അപ്പം ഇനി നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് നെക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമുക്കിനി ഇതിനകത്തേക്ക് ഒരു നെക്ക് വരച്ച് കൊടുക്കാം. ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഒരു ആലില കഴുത്താട്ടോ വരച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ നമുക്ക് ആ തയ്ക്കുന്ന സമയത്ത് ഏത് നെക്ക തയ്ക്കേണ്ടതെന്ന് തോന്നണേന്ന് വിചാരിച്ച് അത് വരയ്ക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അന്നേരം നെക്ക് വരച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു ആലില നെക്ക് ഇതിനകത്ത് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കട്ട് ചെയ്യണം, കാരണം ഇതിനകത്ത് കുനിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ കുനിപ്പും അതൊക്കെ പോകാത്ത രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. പിന്നെ എപ്പോഴും നമ്മൾ ഇതുപോലുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യുമ്പോൾ പതിയെ സ്ലോ ചെയ്ത് വേണം കട്ട് ചെയ്യാൻ. പിന്നെ കത്രിക ഒരിക്കലും എടുത്ത് മാറ്റരുത്. എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ വെട്ടും ഇത് പാടൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഷേപ്പ് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെട്ടുമ്പോൾ ഒരിക്കലും കൈ എടുക്കാതെ വേണം വെട്ടിയെടുക്കാനായിട്ട്. നമ്മൾ ലൈനിങ്ങിൻ്റെ പീസിലാട്ടോ നമ്മൾ നെക്ക് വരച്ചേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തയ്ക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ വക്കറത്തിനകത്തേക്ക് നമുക്ക് ഈ നെക്ക് വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ലൈനിങ്ങിൻ്റെ തുണിയിലേക്ക് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അതിനുശേഷം സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നെക്ക് ശരിയാകുമോ ഇല്ലയോ എന്നുള്ള ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് നമ്മൾ ഇപ്പോൾ നല്ല പീസിനകത്ത് നെക്ക് വെട്ടിയിട്ടില്ല, വരച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ലൈനിങ്ങിലാണ് നെക്ക് വെട്ടിയേക്കുന്നതും വരച്ചേക്കുന്നതും. അപ്പോൾ നമുക്ക് നല്ല തുണി അടിയിലിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ലൈനിങ് പീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തെന്നി നീങ്ങി പോകുകയൊന്നുമില്ല കേട്ടോ. നമുക്ക് ധൈര്യമായിട്ട് തയ്ക്കുകയും ചെയ്യാം. കോട്ടൻ്റെയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തില്ല, അത് കുഴപ്പമൊന്നുമില്ല. ഇത് അടിയിൽ ഷിഫോൺ ആയതുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി നീങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ സൂചി കുത്തി നിർത്താതെ വേണം തയ്ച്ചു കൊടുക്കാനായിട്ട്. കുനിപ്പിൻ്റെ ഭാഗങ്ങളൊക്കെ വരുമ്പോൾ സൂചി ഇതുപോലെ ഒന്ന് കുത്തി നിർത്തി അതിന് ശേഷം വേണം തയ്ച്ചു കൊടുക്കാൻ. ഒരിക്കലും ഫുഡ് പ്രഷർ പൊക്കി കൊടുക്കരുത്, അല്ലാതെ സൂചി പൊക്കി കൊടുക്കരുത്. ഇനി നമ്മളിങ്ങനെ തയ്ക്കുന്ന സമയത്ത് നമുക്കിനി മോഡൽ നെക്കൊക്കെ തയ്ക്കുമ്പോൾ ഇതുപോലെ കറക്റ്റ് ഷേപ്പിൽ വരുമോ ഇല്ലയെന്ന് സംശയമുള്ളവർക്ക് ഒരു 4 ഇഞ്ച് വിട്ടിട്ട് ചോക്ക് വെച്ച് ഇതുപോലെ ഈ നെക്കിൻ്റെ ഷേപ്പിൽ ഒരു വര ഒന്ന് വരച്ചു കൊടുക്കാം, അതേ മോഡലിൽ തന്നെ. എന്നിട്ട് ആ വരയെ കൂടെ സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്കിനിൽ എല്ലാ സ്ഥലത്തും ഒരേ അളവിൽ തന്നെ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി അതിനുശേഷം ഇതുപോലെ വെട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടുമ്പോൾ മൂലയൊക്കെ കറക്റ്റായിട്ട് വരാൻ പാകത്തിന് മറിച്ചിട്ട് നന്നായിട്ട് ഒന്ന് നഖം വെച്ച് ഒന്ന് വരഞ്ഞു കൊടുക്കണം. അതിനുശേഷം വേണം ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ ഒന്ന് തേച്ച് കൊടുത്താലും മതി, അപ്പോഴും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അതിനുശേഷം സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സ്റ്റിച്ചും കൂടി ഞാൻ 4 ഇഞ്ച് അകലത്തിലിട്ട് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്ക് നെക്കും ഒന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഫ്രണ്ടും ബാക്കും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ കൂട്ടാം. ഷോൾഡർ കൂട്ടാൻ ആദ്യം നല്ല വശം ഇതുപോലെ ഒരുപോലെ വെച്ചു. അതിനുശേഷം ബാക്കിലെ ലൈനിങ് അടിയിൽ നിന്ന് ഇതുപോലെ ഒന്ന് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ലൈനിങ് ഈ മുകളിലത്തെ ലൈനിങ്ങിനെ മുകളിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പും കാര്യങ്ങളും ഒന്നും കാണില്ല. ഇനി നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്യാം. തുടക്കത്തിലും അവസാനത്തിലും കെട്ടിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഡബിൾ സ്റ്റിച്ചും ചെയ്യണം. ഇതും നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഞാൻ എപ്പോഴും പറയണത് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഷോൾഡർ എല്ലാം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ തുണിയും നല്ല തുണിയും തമ്മിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം. ഉണ്ടോ, ഈ അരികത്ത് കൂടെ ഒരു ഫുഡ് പ്രഷറിൻ്റെ അത്രയും വലിപ്പം മതി കേട്ടോ. ആ ഒരു വലിപ്പത്തിൽ അകലത്തിൽ നമുക്കിതൊന്ന് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തെന്നി നീങ്ങി പോകുമെന്ന് പേടിയുള്ളവർക്ക് ഇതും പിൻ ചെയ്ത് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ തെന്നി പോകാതെ ഇരുന്നോളും. ഇനി നമുക്ക് ബാക്കി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞ് നീറ്റാക്കി എടുക്കാം. ഇനി നമുക്ക് സ്ലീവ് അടിക്കാം. അപ്പോൾ ഞാൻ പഫ് സ്ലീവ് വെക്കുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി എനിക്ക് 2 പീസായിട്ടാണ് സ്ലീവ് കിട്ടിയേക്കുന്നത്. അപ്പം നമുക്ക് സ്ലീവ് ഒന്ന് പതിച്ച് അടിക്കാം. ജോയിൻ ചെയ്തതിന് ശേഷം പതിച്ചടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് വയ്ക്കാം. അപ്പം ഞാൻ സ്ലീവ് വയ്ക്കാനായിട്ട് അടയാളം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ പഫ് സ്ലീവ് വേറൊരു രീതിയിലായിട്ട് വെക്കണം. ആദ്യമേ ഒരു പഫ് എടുത്ത് നമ്മുടെ തയ്യൽ തുമ്പിൻ്റെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഇപ്പുറത്തെ പഫും എടുത്തു കൊണ്ടുവന്നു. അതിനുശേഷം അടുത്ത പഫ് എടുത്ത് ആദ്യം തയ്ച്ച പഫിൻ്റെ മുകളിലോട്ട്
ആദ്യം വെച്ചാൽ ഫ്രില്ലിൻ്റെ ആ മുകളിലോട്ട് ഇതുപോലെ വെച്ചാട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ സാധാരണ നെറിവിട്ടടിക്കും പോലെയല്ല ഞാൻ അടിച്ചിരിക്കുന്നത്, ചെറിയൊരു വ്യത്യാസത്തിലാട്ടോ ഞാൻ തയ്ച്ചേക്കുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പല ഐഡിയകളും വരും. ഇതാ കണ്ടോ, ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്നുകൂടി വെച്ച് കൊടുത്തിട്ട് വേണം തയ്ക്കാനായിട്ട്. ഒരു സ്റ്റിച്ച് വലത്തോട്ടും ഒരു സ്റ്റിച്ച് എടുത്തോട്ടും 2 സ്റ്റിച്ചുകളും മുഖാമുഖം വരാൻ പാകത്തിനാട്ടോ ഞാൻ ഫ്രില്ലിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ 2ൻ്റെ മുകളിലേക്കൂടെ ഓരോ നെറുകൂടിയും ഇട്ട് കൊടുത്തു. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ അതാ നമ്മുടെ സ്ലീവിൽ നമ്മൾ പഫിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്നത്തെ സാധാരണ പോലെ തന്നെ അടിയൊന്ന് മടക്കി അടിക്കാം. അതിനുശേഷം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലേസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലേസ് ഉണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. എനിക്ക് കളർ ലേസ് ഉണ്ടായിരുന്നു. ഇനി ഇതിപ്പോൾ സ്ലീവിനല്ലാതെ വേറെ ഒന്നിനും വെക്കാൻ തികയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഈ സ്ലീവിനകത്തേക്ക് വെച്ച് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലീവും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഞാൻ മറ്റേ സ്ലീവും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ലീവ് ഒന്ന് തയ്ച്ച് പിടിപ്പിക്കാം. അപ്പോൾ സ്ലീവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ ആ 2ൻ്റെയും അതായത് ഷോൾഡറിൻ്റെയും സ്ലീവിൻ്റെയും സ്റ്റിച്ചിൻ്റെ നടുക്ക് സെൻറ്ററിൽ വെച്ചിട്ട് വേണം തയ്ച്ചെടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ സ്ലീവും വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവ് നമ്മൾ ലേസൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ താഴെ മുകളിലും നെർവ് ഇട്ട് കൊടുത്ത് പഫ് സ്ലീവ് ആക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മുകളിൽ മാത്രമാണ് പഫ് സ്ലീവ് ആക്കി എടുത്തിട്ടുള്ളൂ. അപ്പം നമ്മുടെ സ്ലീവും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. സ്ലൈഡ് കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമ്മൾ ആ ഒരു സൈഡ് ഫുള്ളും അടിച്ച് തീർക്കുക കേട്ടോ. ചെസ്റ്റ് പീസിൻ്റെ ആ ഒരു ഫുൾ സൈഡ് നമ്മൾ അടിച്ച് തീർത്തിട്ടുണ്ട്. ചിലർ അത് സ്കേർട്ടിലേക്ക് വെച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒന്നിച്ച് തയ്ച്ച് പിടിപ്പിക്കാറുണ്ട്. ഞാൻ ചെസ്റ്റ് പീസ് ആദ്യം തന്നെ ഒന്ന് ഒരു സൈഡ് ഫുള്ള് തയ്ച്ച് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ സ്കേർട്ട് പീസ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ സ്കേർട്ട് പീസാണ് തയ്ക്കുന്നത്. അപ്പോൾ സ്കേർട്ട് പീസിന് നമുക്ക് 4 സൈഡിലായിട്ട് എഴുപ്പ് വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്കിനി ആ ഒരു പീസ് എങ്ങനെ വെച്ച് കൊടുക്കേണ്ടത് നോക്കാം. അതായത് ഇതിൻ്റെ നല്ല വശത്തു നിന്നുമാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. നല്ല വശം ഒരുപോലെ മുഖാമുഖം വെച്ചതിന് ശേഷം നമ്മൾ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഒരു സ്റ്റിച്ച് പതിച്ചും കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ഈ പീസ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ആ പീസ് നമ്മൾ പ്രത്യേകിച്ച് ഷേലിനൊന്നും വെട്ടിയെടുക്കണമെന്നൊന്നുമില്ല. നമുക്ക് ഓൾറെഡി നമ്മൾ ആ സ്കേർട്ടിൻ്റെ ഭാഗം വെട്ടിയപ്പോൾ നമുക്ക് അടിയിൽ ഒരു കോണിച്ചൊരു പീസ് കിട്ടിയിട്ടുണ്ട്. ആ പീസ് വെച്ച് കൊടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ തയ്ച്ചതിന് ശേഷം സ്കേർട്ട് ഒന്ന് മടക്കിയിട്ട് നമുക്ക് ലെവൽ ചെയ്തൊന്ന് വെട്ടിക്കൊടുത്ത് ഷേപ്പാക്കി എടുക്കാം കേട്ടോ. തയ്ച്ചതിന് ശേഷം വേണം നമ്മൾ അതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. തയ്ക്കുമ്പോൾ നമുക്കതൊരു വൃത്തികേടായിട്ട് ഇരിക്കും പോലെയൊക്കെ തോന്നും. പക്ഷേ നമ്മൾ തയ്ച്ചിട്ട് ഷേപ്പ് ചെയ്ത് വെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നല്ല ഭംഗി തന്നെ ഇരിക്കും കേട്ടോ. അത്രയും പീസൊന്നും കാണില്ല, ചെറിയൊരു പോർഷൻ മാത്രമാണ് നമുക്ക് അത് ആ യോജിപ്പിച്ച ഭാഗം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി അതിനുശേഷം നമുക്ക് സ്കേർട്ടിൻ്റെ ഒരു സൈഡ് ഫുള്ളും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതും ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്കേർട്ടിൻ്റെയും ഒരു സൈഡ് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ചെസ്റ്റ് പീസിൻ്റെയും ഒരു സൈഡ് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്കേർട്ടിൻ്റെ ഇതുപോലെ എടുത്ത് വെച്ചിട്ട് സ്കേർട്ടിൻ്റെ നല്ല വശവും ചെസ്റ്റ് പീസിൻ്റെ നല്ല വശവും മുഖാമുഖം വെച്ചിട്ട് ഇതുപോലെ ഒരറ്റത്ത് നിന്നും നമുക്കിങ്ങനെ തയ്ച്ച് തുടങ്ങാം. ഇത് ഫുള്ളൊന്ന് റൗണ്ട് ചെയ്ത് നിർത്താം കേട്ടോ. ഇങ്ങനെ തയ്ക്കുന്ന സമയത്ത് സ്കേർട്ട് പീസിന് നീളം കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ഫ്രില്ലിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് നിന്നോളും. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്നുകൂടി പതിച്ചടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റേ സൈഡും കൂടി ഒന്ന് കൂട്ടി അടിക്കാം. നമ്മളൊരു സൈഡല്ലേ കൂട്ടി അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മറ്റേ സൈഡ് കൂടി ഒന്ന് കൂട്ടി അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 സൈഡും നമ്മൾ കൂട്ടി അടിച്ചു. ഇനി നമുക്ക് ഷേപ്പ് ചെയ്യണം. അപ്പോൾ ഷേപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ വെച്ചു. ഇതിൻ്റെ സെൻറ്റർ കണ്ടിട്ട് അവിടെ നിന്നും എനിക്ക് 8.5 ഇഞ്ച് ഞാൻ വലത്തോട്ടും 8.5 ഇഞ്ച് ഇടത്തോട്ടും അടയാളപ്പെടുത്തി ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. അതും ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ചും കൂടി ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ടക്കിട്ട് കൊടുക്കാം. അപ്പോൾ ടക്ക് ഞാൻ ഇപ്പോൾ സ്കേർട്ട് ചെസ്റ്റ് പീസിൻ്റെ 6 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. മുകളിൽ നിന്നും താഴേക്ക് 6 ഇഞ്ച് എടുത്തു. ആ അടയാളപ്പെടുത്തിയതിൽ നിന്നും താഴോട്ടേക്ക് 7 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി. ആ അടയാളപ്പെടുത്തിയതിൻ്റെ സെൻറ്റർ കണ്ട് 3.5 ഇഞ്ച്. അതിൽ നിന്നും ആ 3.5 ഇഞ്ച് കണ്ടതിൽ നിന്നും വലത്തോട്ടും ഇടത്തോട്ടും 4 ഇഞ്ച് വീതം അടയാളപ്പെടുത്തി. അതിനുശേഷം അതൊന്ന് കൂട്ടി വരച്ച് യോജിപ്പിച്ചു. പിന്നെ ഞാൻ ടക്ക് തയ്ച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ടക്കിൻ്റെ വീഡിയോയൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിനകത്ത് കൂടുതൽ വിശദമായിട്ട് പറയാത്തത്. അപ്പോൾ നമ്മൾ 2 സൈഡിലും ടക്ക് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സൈഡൊക്കെ ഒന്ന് കൂട്ടി അടിച്ച് 2 സൈഡും
2 പ്രാവശ്യം വീതം അടിക്കാം. അതിനുശേഷം ടക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ടക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം ചെറിയൊരു സൂചി പോയിൻറ്റിൽ നമ്മൾ തയ്ച്ച് തുടങ്ങാവുള്ളൂ. കെട്ടിയിട്ട് വേണം തുടങ്ങാനായിട്ട്. അതിനുശേഷം ഒരു ഫുഡ് പ്രസറിൻ്റെ അകലത്തിൽ തയ്ച്ച് അതുപോലെ തന്നെ സൂചി പോയിൻറ്റിൽ വന്ന് അവസാനിപ്പിക്കണം. കെട്ടിയിട്ട് വേണം അവസാനിപ്പിക്കാൻ. ഇനി നമുക്ക് ബാക്കി നീണ്ടിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്ത് ലെവൽ ചെയ്തെടുക്കാം. ഇനി സൈഡൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഷേപ്പിൽ നമ്മൾ ഇടുമ്പോൾ ഈ തയ്യൽ തുമ്പൊക്കെ മടങ്ങിയിരുന്ന് കിട്ടിക്കോളൂ കേട്ടോ. ചുളുങ്ങി കൂടി കിടക്കാതെ ഇരിക്കും നമ്മളിതുപോലെ ഒന്ന് വെട്ടി ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ വെട്ടുമ്പോൾ സൂക്ഷിച്ച് വെട്ടണം. ഞാനൊരു വെട്ട് കൈക്കെട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടി ഞാൻ സിക്സാഗാട്ടോ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ മനസ്സിലാവേണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഒരുപാട് പേര് എന്നെ ലൈക്ക് പോലും ചെയ്യാതെ കടന്നു പോകുന്നുണ്ട് കേട്ടോ. വളരെ വിഷമമുള്ളൊരു കാര്യമാട്ടോ അത്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യാം. ഇനിയും ഇതുപോലത്തെ സ്റ്റിച്ചിങ് വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.